കൂർക്കം വലിക്കുന്ന ആളുകളിൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണഗതിയിൽ ശരീരം ക്ഷീണിച്ചാൽ തന്നെ ഉറങ്ങുമ്പോൾ അധികം ആളുകളും നോർമലി ചെറിയ രീതിയിലൊക്കെ കൂർക്കം വലിക്കാറുണ്ട്. അലർജിയുള്ള ആളുകൾ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു സിംറ്റമാണ് കൂർക്കം വലിക്കുക എന്നുള്ളത്. എന്നാൽ എപ്പോഴാണ് നമ്മൾ ഈ കൂർക്കം വലിയെ പേടിക്കേണ്ടത്? കൂർക്കം വലിയെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന് നോർമൽ ആയിട്ടുള്ള ഒരു കൂർക്കം വലി, അവിടെ നമുക്ക് ബ്രീത്തിങ്ങിന് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. ഒരു ശബ്ദമായിട്ട് കൂടുതലായിട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് പാർട്ട്ണറിനായിരിക്കും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. എന്നാൽ വേറൊരു കാറ്റഗറി ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം എന്ന് പറയും. ഇങ്ങനെയുള്ള ആളുകളിൽ കുറച്ചുകൂടി നല്ല ശബ്ദത്തിലായിരിക്കും അവർക്ക് കൂർക്കം വലി ഉണ്ടാവുക. കൂർക്കം വലിച്ചിട്ട് ഒരു പീക്കിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ശ്വാസം സ്റ്റോപ്പ് ആയി പോകുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ ശ്വാസം സ്റ്റോപ്പ് ആയതിനു ശേഷം വീണ്ടും കുറച്ച് മിനിറ്റ് നീട്ടി കൂർക്കം വലിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ 1-2 ദിവസം കൊണ്ടൊന്നും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വളരെ കോമൺ ആയിട്ട് വർഷങ്ങളോളം ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ ഇവരുടെ ശരീരത്തിലേക്ക് വരുന്ന ഓക്സിജന്റെ സപ്ലൈ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ഇത് മേജർ ആയിട്ടുള്ള ഒരുപാട് ഓർഗൻസിനെ, പ്രത്യേകിച്ച് ലങ്സ്, ഹാർട്ടിനൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുവഴി തന്നെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ, സ്ട്രോക്കും ഹാർട്ട് അറ്റാക്ക് പോലും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. സാധാരണ കൂർക്കം വലിയാണോ അല്ലെങ്കിൽ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം ആണോ എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂർക്കം വലിക്ക് ഇടയ്ക്ക് നമുക്ക് ശ്വാസം വന്ന് കുറച്ച് സമയം സ്റ്റോപ്പ് ആയി പോകുന്നുണ്ട്. രാത്രി കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഒരു തലവേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ ഒരു ഉഷാറില്ലാത്ത പോലെ ഫുൾ ഒരു ക്ഷീണം അനുഭവപ്പെടുക, പകൽ സമയങ്ങളിൽ മുഴുവനും ഉറക്കം തൂങ്ങിയൊരു അനുഭവം ഉണ്ടാവുക, BP ഒക്കെ ഗ്രാജുവലി കൂടി വരുന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂർക്കം വലിക്കുന്ന നിങ്ങളൊരു ഫ്രണ്ടിന് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യൂ.